വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക്ക് എന്നുള്ളത് വർക്ക് എന്നുള്ളത് സോണറ്റ് നമ്പർ 55 നോട്ട് മാർബിൾ നോട്ട് ദ ഗിൽഡഡ് മോണുമെൻറ്റ്സ് എന്ന വർക്കാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ നമുക്ക് എന്തൊക്കെ പറയുന്നത് നോക്കാം. ഈ ഒരു വർക്കിൽ വില്യം ഷേക്സ്പിയർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു ഗോൾഡ് പ്ലേറ്റഡ് മോണുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു റോയൽ മെന്നിനെയും കാട്ടിയും ഫ്യൂച്ചർ ജനറേഷൻ റിമെമ്പർ ചെയ്യുന്നുള്ളത് ഇതേപോലെയുള്ള ഒരു പീസ് ഓഫ് പോയട്രി ആണ്. അതിനേക്കാൾ കൂടുതൽ സ്റ്റോണിനേക്കാൾ കൂടുതലൊക്കെ സ്റ്റോൺ സ്റ്റാച്യൂവിനേക്കാൾ കൂടുതലൊക്കെ വാല്യൂ ആയിട്ട് ലോങ് ലിവിങ് ആയിട്ടുള്ളത് എന്താണ് ഈ ഒരു പീസ് ഓഫ് പോയട്രി ആണെന്ന് പറയുന്നുള്ളത്. പിന്നീട് ഈ റൈറ്റർ പറയുന്നുള്ളത് എന്തെന്ന് വെച്ചാൽ, ഒരു റിട്ടൺ മെമ്മറീസിനെ ഒരിക്കലും ഒരു വാറിന് പോലും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഒരു വാർ കഴിഞ്ഞാൽ, ഒരു യുദ്ധം കഴിഞ്ഞാൽ പോലും ആ ഒരു റിട്ടൺ മെമ്മറീസ് അവിടെ തന്നെ ബാക്കിയാവുകയാണ് ചെയ്യുന്നുള്ളത്. വില്യം ഷേക്സ്പിയർ എക്സ്പ്ലോർസ് ദ തീം ഓഫ് മെമ്മറി, ടൈം ആൻഡ് പവർ ഓഫ് പോയട്രി. പിന്നെ ഷേക്സ്പിയർ പറയുന്നുള്ളത്, ദ റിട്ടൺ വേർഡ് ഈസ് മോർ എറ്റേണൽ ദാൻ സ്റ്റോൺ. കല്ലിനേക്കാൾ ശാശ്വതമായിട്ടുള്ളത് എന്താണ്? റിട്ടൺ വേർഡാണ്. പിന്നെ ഷേക്സ്പിയർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹിസ് പോയം വിൽ ലിവ് ലോങ്ങർ ദാൻ ദ സ്റ്റോൺ സ്റ്റാച്യൂസ് ആൻഡ് മോണുമെൻറ്റ്സ് ദാറ്റ് വിൽ ഇവഞ്ച്വലി ബി ഡിസ്ട്രോയിഡ് ബൈ ടൈം ആൻഡ് വാർ. യുദ്ധവും സമയവും കൊണ്ട് നശിക്കുന്ന സ്റ്റോൺ സ്റ്റാച്യൂവിനെയും കാട്ടിയും, അതുപോലെ തന്നെ മോണുമെൻറ്റ്സ് കൊട്ടാരങ്ങളെ കാട്ടിയെല്ലാം, ശില്പങ്ങളും കൊട്ടാരങ്ങളെക്കാളെല്ലാം ലിവ് ലോങ്ങർ എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ പോയത്തിന് തന്നെയാണ്. നെക്സ്റ്റ് പോയറ്റ് പറയുന്നുള്ളത്, ദ പോയം മെമ്മറിയലൈസ് ദ ബിലോവഡ്. പോയം വിൽ സെർവ് ആസ് എ ലിവിങ് മെമ്മറി ഓഫ് ദ ബിലോവഡ്. സ്നേഹിക്കപ്പെടുന്നവർക്കായിട്ടുള്ള ഒരു ലിവിങ് മെമ്മറി കൂടിയാണ് പോയം എന്നുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് ഔട്ട്ലൈവ് ദ റേവേജസ് ഓഫ് ടൈം ആൻഡ് വാർ. നാശങ്ങൾ സമയത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നാശങ്ങളെയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പോയം എന്നുള്ളത് അതിജീവിക്കുന്നുണ്ട്, ഔട്ട്ലൈവ് ചെയ്യുന്നുണ്ട്. The beloved will be remembered by future generations. The beloved will be remembered by future generations and will live on in the hearts of people until the end of time. ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെയുള്ള ഓർമ്മകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മകളായിട്ട് ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയം ഈസ് എ ടെസ്റ്റമെൻറ്റ്. ഇതൊരു നിയമമാണ്. ടു ദ പവർ ഓഫ് ദ പെൻ. പെന്നിൻ്റെ ആ ഒരു പവറിനെ പറ്റിയിട്ടുള്ളൊരു ടെസ്റ്റമെൻറ്റ് കൂടിയാണ് ഈ ഒരു പോയം എന്നുള്ളത്. പെൻ ഈസ് മൈറ്റിയർ ദാൻ ദ സോഡ്. വാളിനേക്കാൾ ശക്തനാണ് പെന്ന് എന്ന് ഒരു മെസ്സേജും കൂടി ഈ ഒരു കവിതയിലുണ്ട്. അതുപോലെ തന്നെ പോയറ്റിൻ്റെ വേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മോണുമെൻറ്റ്സ്, സ്മാരകങ്ങളെയൊക്കെ അതിജീവിക്കുന്നതാണ് പോയറ്റ്സിൻ്റെ വേർഡ്സ് എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു മെസ്സേജും കൂടി ഈ ഒരു പോയം കൺവേ ചെയ്യുന്നുണ്ട്. പിന്നെ പോയറ്റ് പറയുന്നുള്ളത്, ടൈം ഈസ് മോർ പവർഫുൾ ദാൻ മോണുമെൻറ്റ്സ്. ടൈം പറയുന്നുള്ളത് സ്മാരകങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്. The poem describes how time destroys monuments and statues and that wars are wasteful. വാറൊക്കെ എന്താണ്? വേസ്റ്റ് എന്നാണ് പറയുന്നത്. കാരണം ദേ ഡിസ്ട്രോയ് മോണുമെൻറ്റ്സ്. വാറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധങ്ങൾ സ്മാരകങ്ങളെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുള്ളത്, പോയട്രി ഈസ് ഇമ്മോർട്ടൽ. അനശ്വര്യമാണ്. ദ പോയറ്റ് ആർഗസ് ദാറ്റ് പോയട്രി ഈസ് ഇമ്മോർട്ടൽ ആൻഡ് ക്യാൻ ട്രാൻസെൻഡ്. ഈ ഒരു പോയം എന്ത് ചെയ്യുന്നുണ്ട്? മറികടക്കുന്നുണ്ട് റേവേജസ് ഓഫ് ടൈമും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെയൊക്കെ നാശങ്ങളെ മറികടക്കുന്ന ഒന്നും കൂടിയാണ് എന്ത് പോയം എന്ന് പറയുന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് പറയുന്നുള്ളത്, പോയം വിൽ ലിവ് ലോങ്ങർ ദാൻ മോണുമെൻറ്റ്സിനേക്കാൾ കൂടുതൽ ലോങ്ങർ ലിവാണ് പോയം എന്ന് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പോയം റീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോയം ഏതുവരെ സർവൈവ് ചെയ്യുമെന്നാണ് പറയുന്നത്? ജഡ്ജ്മെൻറ്റ് ഡേ വരെ സർവൈവ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പോയം എന്ന് പറയുന്നുള്ളത്. അതുപോലെ തന്നെ വെൻ ജീസസ് ക്രൈസ്റ്റ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് വരെയും പോയം സർവൈവ് ചെയ്യുമെന്നാണ് പറയുന്നുള്ളത്. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വർക്കിൽ പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ടോപ്പിക്സാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്യുക.